പല അച്ഛന്മാരും അമ്മമാരും പറയുന്ന ഒരു പരാതിയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. അതിന് അവർ തന്നെ കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ പുറത്ത് കൊണ്ടുപോയിട്ട് കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ചു തന്നുകൊണ്ട് ഫുഡ് കഴിപ്പിക്കുമായിരുന്നു അല്ലേ. അതുപോലെ ഇന്നത്തെ കുട്ടികൾ കഴിക്കുന്നത് മൊബൈൽ ഫോൺ കണ്ടിട്ടാണ്. പക്ഷേ കുട്ടികൾ ഇങ്ങനെ ഫുഡ് കഴിപ്പിക്കുമ്പം അവർക്ക് മറ്റു ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾ ഭക്ഷണം കഴിക്കേണ്ടത് അത് ആസ്വദിച്ചുകൊണ്ടാണ്. കുട്ടികൾ മാത്രമല്ല നമ്മളും അതിൻ്റെ രുചിയും നിറവും മണവും എല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റും കൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ വെച്ച് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഫുഡ് കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവരിൽ ഒരു നിർബന്ധ ബുദ്ധി വരാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഫോണില്ലാതെ ഇനി ഫുഡ് കഴിക്കില്ല, അതല്ല ഇപ്പോൾ പ്രീ സ്കൂളിലൊക്കെ ഇവരെ വിടുന്ന സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് മാറും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ടി വിയും ഫോണും ഒക്കെ നോക്കിക്കൊണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ചാൽ എത്ര കഴിച്ചു എന്ന് നമ്മൾ തന്നെ അറിയാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് കുട്ടികളിൽ സംഭവിക്കുക. ഇപ്പോൾ ടി വിയും അല്ലെങ്കിൽ ഫോണും ഒക്കെ നോക്കിക്കൊണ്ട് അവർ ഫുഡ് കഴിക്കുമ്പം എന്താ കഴിക്കുന്നത്, എത്ര കഴിച്ചു, അല്ലെങ്കിൽ അവർക്ക് വിശപ്പുണ്ടായിട്ടാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ വയറ് നിറഞ്ഞോ എന്നുള്ള കാര്യങ്ങളിലൊന്നും അവരൊട്ടും അവെയർ ആവാൻ വേണ്ടി സാധ്യതയില്ല. കൂടാതെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടും. ഫോണിൽ കാർട്ടൂണുകളും പാട്ടുകളും മറ്റ് വീഡിയോസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അതിലേക്ക് മാത്രമായി പോകുന്നു. മറ്റുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കാതെ വരുന്നൊരവസ്ഥയുണ്ട്. ഇത് പിന്നീട് കുട്ടികളുടെ പഠനത്തെ മാത്രമല്ല, അവരുടെ കലാപരമായിട്ടും കായികപരമായിട്ടുള്ള കഴിവിനെയും കൂടെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവർക്ക് നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷനും വളരെ കുറവാണല്ലേ. നമ്മളിപ്പോൾ കൂടുതൽ നേരം അവരോട് സംസാരിച്ചാൽ അവരുടെ ഭാഷ അതിനനുസരിച്ചിട്ട് വികസിക്കും. അവർ തിരിച്ച് നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കും. ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രമല്ല ബാക്കിയുള്ള സമയത്തും കുട്ടികളുടെ ഫോൺ ഉപയോഗം കൂടുതലാണെങ്കിൽ പുറത്തുള്ളവരുടെ ഒരു ഇൻട്രാക്ഷനും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇത് അവരുടെ ഭാഷയുടെ ഡെവലപ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അത് കുറച്ചൊന്ന് അട്രാക്റ്റീവായിട്ട് കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കുക, ഇത് ഏത് കളർ ഫുഡാണ്, എന്ത് ഫുഡാണ്, ഇത് നേരത്തെ കഴിച്ചിട്ടുണ്ടോ, എന്ത് ടേസ്റ്റാണ് ഇതിനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്കും കുറച്ചും കൂടി ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാട്ട് പാടി കൊടുക്കാം, കഥ പറഞ്ഞു കൊടുക്കുക. അതിലൂടെ കൂടെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ കൂട്ടാം. കുട്ടികളെ സ്വയം കഴിക്കാനും കൂടെ പ്രേരിപ്പിക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. അവർക്ക് ചേരുന്ന തരത്തിലുള്ള പാത്രങ്ങൾ, സ്പൂണുകൾ ഒക്കെ അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തനിയെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മൊബൈലോ ടി വിയോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും അത് കണ്ടേ പഠിക്കുകയുള്ളൂ. അപ്പം നമ്മളും കുട്ടികളുമായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്ത് അവരോട് സംസാരിച്ചുകൊണ്ട് ഈ ഒരു ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓർക്കുക, ഫുഡ് ടൈം എന്ന് പറയുന്നത് ബോണ്ടിങ് ടൈമാണ്, അല്ലാതെ സ്ക്രീൻ ടൈം അല്ല.